കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ യാക്കോബിൻ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് നാവിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലേ? നാവ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. പലപ്പോഴും പല മേഖലകളിൽ നമ്മൾ സംസാരിച്ച് ഒക്കത്തുള്ളൂ എന്ന് പറയുന്ന മേഖലകളുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? നാവിനെ കടിഞ്ഞാനിടാൻ കഴിയാത്തവൻ, സ്തോത്രം, അത് ഒരു പൈശാചിക പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ പൈശാചിക റൂട്ടിലേക്ക് അത് വഴിമാറുമെന്നുള്ളതിനകത്ത് സംശയമില്ല. അതാണ് 3-ാം അധ്യായം, യാക്കോബിൻ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അപ്പോൾ ശ്രദ്ധിച്ചേ, അപ്പോൾ വാക്കിൽ തെറ്റാതിരുന്നാൽ എന്നുള്ളതാണ്, അല്ലേ? അപ്പോഴും വാക്കിൽ തെറ്റുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് കടിഞ്ഞാടിടാൻ കഴിയാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് പലപ്പോഴും നാവിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലില്ലാത്ത അവയവമാണ്, അത് ഇഷ്ടമുള്ള രീതിയിൽ അത് വളയും എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. സത്യമല്ലേ? ആന്ന്. അപ്പോൾ പലരും നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, അപ്പോഴും നമ്മുടെ വൈകാരിക മനസ്സിനകത്ത് തോന്നുന്നത് പലതും വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് കുറ്റബോധം പേറി, ഇല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് അയ്യോ അത് വേണ്ടിയിരുന്നില്ല, അത് പറ്റിപ്പോയതാണ്, അത് എൻ്റെ ബൈ മിസ്റ്റേക്ക് സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നത്തെ ഒരു ക്ഷമ ചോദിക്കുകയും ക്ഷമയ്ക്കായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ, ഒരുപാട് മേഖലകളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമാണ്, നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്തോത്രം. എങ്ങനെയാണ് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ടത്? കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതാണെങ്കിലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതാണെങ്കിലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു എന്നുള്ളത് പോലെ നമ്മൾ നാവിനെ എന്ത് ചെയ്യണം? നിയന്ത്രിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഇനി നാവിൻ്റെ വേറൊരു അപകടമാണ്, അനുഗ്രഹിക്കേണ്ട നാവിൽ നിന്ന്, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട, സ്തോത്രം ചെയ്യേണ്ട, അന്യഭാഷ പറയേണ്ട, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കേണ്ട നാവിൽ നിന്ന് അരുതാത്തത് വരുന്നു എങ്കിൽ അത് അപകടമാണ്. അതാണ് ഇവിടെ നമ്മൾ വായിച്ച കുറുവാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. അപ്പം ഒരു ഉറവയിൽ നിന്ന് എന്ത് പുറപ്പെടാൻ പാടില്ല? ഒരു വായിൽ നിന്ന് സ്തോത്രം മാത്രമേ അത് പുറപ്പെടാവൂ. അല്ലാതെ സ്തോത്രം പറയുന്ന നാവിൽ നിന്ന് ശാപത്തിന്റെ വാക്കുകൾ വരരുത്. ഇല്ലെങ്കിൽ ഒരാളിനെ തകർക്കുന്ന, ഒരാളിനെ നശിപ്പിക്കാൻ നോക്കുന്ന, മീൻസ് പ്രൈസില നീതിയോടെ നിൽക്കുന്ന പല മേഖലകളുണ്ടല്ലേ, നമ്മളതിനെ വിവേചിച്ച് ഡിസൈൻ ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്കതിനകത്ത് നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പുതിയ നിയമവിശ്വാസിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാവിനെ എവിടെയാണ്, എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിനകത്ത് ആവശ്യമാണ്. ആ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും. അപ്പം നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കാൻ കഴിയുന്നവൻ, സ്തോത്രം, അവൻ്റെ ശരീരത്തെ മുഴുവനായി കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അപ്പം 2 രീതിയിലുള്ള ഗുണം അതിനകത്തുണ്ട് നമ്മൾ നാവിനെ നിയന്ത്രിക്കുന്നില്ല. ഒന്ന്, നമ്മൾ സൽഗുണപൂർത്തിയുള്ള ഒരാളായിട്ട് നമ്മൾ മാറുന്നു. 2, സ്തോത്രം, നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അനിവാര്യമാണെങ്കിൽ നമ്മുടെ നാവ് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ കേൾപ്പിക്കപ്പെട്ട ദൈവിക സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിനും നന്മകൾക്കും വിടുതലുകൾക്കും കാരണമാകുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട്. സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമാകണം, അത്ഭുതം ചെയ്യണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.